ഇനിയിപ്പോ നമ്മുടെ മീൻകാരൻ ചേട്ടനെ കാത്ത് നാളൊട്ട് വന്നതുമില്ല, മീനൊട്ട് കിട്ടിയതുമില്ല. അപ്പൊ വിചാരിച്ച് ചക്കക്കുരു വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കാന്നേ. പണ്ടൊക്കെ എന്നും അമ്മ വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് അതിന്റെ വെള്ളത്തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നേരെ ചട്ടിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തോളൂ. പിന്നെ എടുത്തേക്കുന്ന കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ചക്കക്കുരു കഴിക്കുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉള്ളവര് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. പിന്നെ ഒരു 2-3 പച്ചമുളക് എടുത്ത് അതും കീറി എടുത്തിട്ടുള്ളതാണ്. പിന്നെ എടുത്തേക്കുന്ന ഒരു ചെറിയ സവാളയാണ്, അത് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായോണ്ടാണ് 2 എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ 1 മതി. അതിലോട്ട് ഒരു 2 കറിവേപ്പിലയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചക്കക്കുരു വേവിക്കാനായിട്ട് വെക്കാം. ചക്കക്കുരു കുറച്ച് സമയം എടുക്കുക വെന്ത് കിട്ടാനായിട്ട്. അപ്പൊ അത് വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാനെടുത്ത് അടുപ്പിൽ വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഞാനിത് ഒരു 1/4 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി തേങ്ങ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ദേ ഇതുപോലെ നല്ലോണം ഒന്ന് മാറി കിട്ടണേ. ഒരു ലോ ഫയറിലിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഈ ഒരു പാകത്തിൽ തേങ്ങയായി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പൊ ഞാനിത് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ എടുത്തേക്കുന്ന കുരുമുളക് പൊടിയാണ്, അത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ആ പൊടികളുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലോണം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ തേങ്ങയൊക്കെ നല്ലോണം തണുത്ത് വരുന്ന സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലോണം നരച്ചെടുക്കണേ. പിന്നെ ഇതിലോട്ട് വെള്ളം ചേർത്ത് അരക്കാൻ നിൽക്കണ്ട കേട്ടോ. വെള്ളം ചേർത്ത് അരക്കുന്ന സമയത്ത് നമ്മുടെ തേങ്ങ ഒരു വെളുത്ത കളറിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ കറിക്കും ആ ഒരു കളർ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആ എണ്ണയിൽ തന്നെ ഇതുപോലെ നരച്ചെടുത്താൽ മതി. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് ദേ ഇതുപോലെ ഒന്നങ്ങ് കുറുകി വന്നിട്ടുണ്ടാവും. ഇതിലോട്ട് നമ്മുടെ അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അരപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്തോളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം കറിയുടെ നീര് കൂട്ടിയും കുറച്ചൊക്കെ ആക്കാം. അപ്പൊ ഞാനിത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. കുറച്ച് കുറുകിയ ചാറോടുകൂടി കഴിക്കാനാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. പരപ്പൂടെ ചേർത്ത് ഇതുപോലെ തിള വരുന്ന സമയത്ത് ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 കഷ്ണം സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും ഒന്ന് വറുത്ത് ചേർക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. ചൂട് ചോറിന്റെ കൂടെയൊക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടോടെ ചെയ്യണേ. പിന്നെ കൃഷ്ണ ഓവ്യൂ എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ചക്കക്കുരുവിന്റെ കറി ഇതുപോലെ ചോറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന രാവിലെ വെച്ചിട്ടുള്ള കുറച്ച് കൂട്ടുകറിയാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് എൻ്റെ സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.